ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗാണ് ട്ടാ. എപ്പളും നമ്മള് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് പോണ ഒരു വ്ലോഗൊക്കെ അല്ലേ കാണുന്നത്. ഇന്നിപ്പോ അതീന്നൊക്കെ മാറിയിട്ട് ഞാനും ധരിക്കാനും മാത്രേ പോണുള്ളൂ. മക്കളെന്താ കൊണ്ടുപോവാത്തേന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം. നമ്മളിപ്പോ കടവന്ത്രയിലാണ് ട്ടോ വന്നിട്ടുള്ളത്. സ്കൂളില് ബുക്ക് കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞ്. അപ്പൊ മക്കളെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇവിടെ ഞാൻ തന്നെ വന്നിട്ട് ഇങ്ങനെ വണ്ടറടിച്ച് കുറേ നേരം കറങ്ങും. അപ്പൊ മക്കളെ കൊണ്ടുവന്നാല് എന്റെ മോന് ആവശ്യമില്ലാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഒക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാ ഞാനും ഇക്കാക്കയും കൂടി ബുദ്ധിപൂർവ്വം കളിച്ചിട്ട് അവരെ കൊണ്ടുവരാഞ്ഞത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇല്ലേ എന്റെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലുമൊക്കെ ദുബായിന്നൊക്കെ കൊണ്ടുവരുന്ന പെൻസിൽസും റബ്ബറൊക്കെ കാണാൻ എന്ത് ക്യൂട്ടായിരുന്നു അറിയോ? അതൊക്കെ കാണുമ്പോ അന്ന് തന്നെ ഭയങ്കര കൊതിയായിരുന്നു. എനിക്കിപ്പളും ഇഷ്ടാണ് ഇതൊക്കെ കാണുന്നതും വാങ്ങിച്ചു കൊടുക്കണതൊക്കെ മക്കൾക്ക്. അപ്പൊ ധരിക്കാതെ പറയണായിരുന്നു എന്നെ തന്നെ ധരിക്കാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മക്കളും കൂടി വന്നെങ്കിൽ ധരിക്കാതെ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വന്നേനായിരുന്നത്. പിന്നെ നമ്മള് ക്ലാസ് പറഞ്ഞു കൊടുത്ത അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ബുക്കൊക്കെ എടുത്ത് തരും. നമ്മള് പക്ഷേ സ്കൂളിലെ ലിസ്റ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണം. 2 പേരുടെ ബുക്കും ഓക്കെയാണ്. നോട്ട്സിന്റെയാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ലഞ്ച് ബാഗൊക്കെ ഞാൻ നോക്കി. പക്ഷേ പറ്റിയൊന്നും കണ്ടില്ല. കാരണം ഇവർക്ക് കുറച്ച് അത്യാവശ്യം സ്പേസ് വേണം. ലഞ്ചും സ്നാക്സും വാട്ടറൊക്കെ ഒരുമിച്ച് കേറണം. അപ്പൊ അതിന് പറ്റി കാണാത്തോണ്ട് അതങ്ങനെ സ്കിപ്പ് ചെയ്ത്. ഈ സെക്ഷനിലേക്കൊന്നും നോക്കരുത്. ഇതൊക്കെ നമുക്ക് പിന്നെ വന്ന് വാങ്ങിക്കാന്നും പറഞ്ഞായിരിക്കും എന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടാ. പക്ഷെ ബോക്സ് ഒക്കെ ഓൾറെഡി ഇവര് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ബുക്ക് കവർ ചെയ്യാനുള്ള ബ്രൗൺ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബുക്സ് വാങ്ങിച്ചിട്ട് തന്നെ വലിയ ഹ്യൂജ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ ഇപ്പളാണ് ഇതുങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണേന്ന് മനസ്സിലായെന്ന്. മറ്റേ നമ്മള് സ്കൂളിൽ പോയാൽ 2 പേരുടെ സഞ്ചി അങ്ങനെ തന്നെ തരും. അതങ്ങട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാ മതി. ഇത് നമ്മളായിട്ട് ഇങ്ങനെ ഓരോന്ന് പിക്ക് ചെയ്ത് എടുക്കുമ്പോ കുറച്ച് കഷ്ടപ്പാട് ഉള്ള പോലെ തന്നെ ഇപ്പൊ ഫീൽ ചെയ്തിട്ടാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വസ്വാസ് വരുമ്പോ പിന്നെയും ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെയായിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിരിക്കുംന്ന്. ഞാൻ പറഞ്ഞു ഇല്ലായിരിക്കും ഇനി പോയിട്ട് പിന്നെയും തിരിച്ചു വരാൻ എനിക്ക് വയ്യ. കാരണം കുറേ സമയം എടുത്തിട്ടാ ഇവിടെ. പിന്നെ ഫൈനലി നമ്മളെല്ലാം എടുത്ത് 2 പേര് ആച്ചുവിന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയില്ല. നോട്ട്സ് മാത്രമേ കിട്ടിയുള്ളൂ. അവന് കംപ്ലീറ്റ് എല്ലാം കിട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി നിന്നപ്പോഴാണ് ഒന്ന് സമാധാനായത്. ഇപ്പൊ ഏകദേശം എല്ലാം ഉണ്ട്. അച്ചുവിന്റെ ടെക്സ്റ്റ് വരുന്ന ദിവസം വന്ന് വാങ്ങിച്ചാ മതി. നമ്മള് സ്കൂളില് ബുക്ക് കൊടുക്കണ ടൈമില് എന്തൊക്കെയോ കാര്യമായിട്ട് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് മിസ് ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ. ബൈ.